ചൂരൽമല പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദുരന്തബാധിതരെ സർക്കാർ കൈവിടില്ല. അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുമെന്നും പരാതികളെല്ലാം പരിഹരിച്ച അന്തിമ പുനരധിവാസ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 1ാം വാർഷിക ദിനത്തിലാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ ദുർഗ് സെഷൻസ് കോടതി. പരിഗണിക്കാൻ അധികാരമില്ലെന്ന് സെഷൻസ് കോടതി വ്യക്തമാക്കി. കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. മജിസ്ട്രേറ്റ് കോടതി അപേക്ഷ തള്ളിയതോടെയാണ് സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയത്. KTU ഡിജിറ്റൽ സർവകലാശാലയിലെ സ്ഥിരം VC നിയമനത്തിൽ സമവായ നിർദ്ദേശവുമായി സുപ്രീം കോടതി. സ്ഥിരം VC നിയമനത്തിൽ സംസ്ഥാന സർക്കാരും ചാൻസലറും സമവായത്തിലെത്തണം. സ്ഥിരം VCമാരെ നിയമിക്കുന്നതുവരെ നിലവിലെ VCമാർക്ക് തുടരാം. സർവകലാശാലകളിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കരുതെന്നും നിരീക്ഷിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി. കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ പേർ പ്രതിപട്ടികയിൽ. പ്രധാന അധ്യാപികയെ കൂടാതെ സ്കൂൾ മാനേജറെയും KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. സ്കൂൾ മാനേജറുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അപകടകരമായ രീതിയിൽ വൈദ്യുത കമ്പികൾ കിടന്നിട്ടും നടപടികൾ എടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം നടത്താൻ വൈകിയിട്ടില്ലെന്നും കെട്ടിടത്തിന് മുൻപ് ബലക്ഷയം ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കെട്ടിടത്തിനോട് ചേർന്ന് നിർമ്മിച്ച ബാത്റൂമാണ് തകർന്നത്. അതാകട്ടെ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഉണ്ടായിരുന്നതല്ല, പിന്നീട് നിർമ്മിച്ചതാണെന്നും റിപ്പോർട്ട്. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ വിഴിഞ്ഞം സീപോർട്ടിനെയും കപ്പൽ കമ്പനിയായ MSCയെയും കക്ഷിയാക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശം. കേരള ഹൈക്കോടതിയിലുള്ള കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട ഹർജിയുടെ വിവരങ്ങളും ട്രിബ്യൂണൽ തേടി. കപ്പൽ അപകടം പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കിയെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. തിരുനെൽവേലി ദുരഭിമാന കൊലയിൽ അന്വേഷണം CBCIDക്ക് വിട്ട് തമിഴ്നാട് DGP. തിരുനെൽവേലി സ്വദേശിയായ IT പ്രൊഫഷണലിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് നടപടി. ദളിത് വിഭാഗക്കാരനായ കെവിൻ കുമാറാണ് കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച മുത്തച്ഛനൊപ്പം ക്ലിനിക്കിൽ നിന്ന് മടങ്ങുമ്പോഴാണ് കൊലപാതകം. പോലീസ് ദമ്പതികളുടെ മകളുമായുള്ള പ്രണയത്തെ ചൊല്ലിയാണ് കെവിൻ കുമാറിനെ കൊലപ്പെടുത്തിയത്. ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ. കരുമാത്ര സ്വദേശിനി ഫസീലയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഫസീലയുടെ ഭർത്താവ് നൌഫൽ, ഭർത്തൃമാതാവ് റംലത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ഫസീല 2ാമത് ഗർഭിണിയായതിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ഫസീലയുടെ നാഭിയിൽ ചവിട്ടേറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. ദില്ലിയിലും ഹിമാചൽ പ്രദേശിലുമായി മഴക്കെടുതിയിൽ 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് 3 ദേശീയപാതകൾ ഉൾപ്പെടെ 269 റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു.